എനിക്ക് ഈ പാടത്തൊരു 5 സെന്റ് സ്ഥലമുണ്ട്. അത് ഈ നിലമെന്നുള്ളത് പറമ്പാക്കി മാറ്റാൻ മെമ്പറും സഹായിക്കാന്ന് പറഞ്ഞാൽ. വല്ലതും കുടിക്കുകയോ കഴിക്കുകയോ വല്ലതും ഉണ്ടായോ? ഇല്ല. ഇത് മാവിന്റെ വർഗ്ഗമല്ലല്ലോ, പൂമരാണല്ലോ. അത് ഒന്ന് രണ്ടെണ്ണൊക്കെ അറിയാതെ പോയിട്ടുണ്ടാവുന്നേ. അതെങ്ങനെ ശരിയാവുക? മാവിന്റെ വർഗ്ഗം കൊണ്ടല്ലേ ദഹിപ്പിക്കേണ്ടത്, അങ്ങനെയല്ലേ കീഴ്വഴക്കം? എന്നാ പിന്നെ ചന്ദനം വിട്ട് കൊണ്ടുവരാടാ. രാജാക്കന്മാരൊക്കെ അതിലാണല്ലോ ദഹിപ്പിക്കാറ്. എന്തിനു ദഹിപ്പിച്ചാലും പോയോര് പോയി. അത് ശരിയാ. നിനക്ക് ഇയാള് പതിവില്ലാതെ കള്ളു വാങ്ങിച്ചതെന്ന് പറഞ്ഞില്ലേ, അതിനെന്തെങ്കിലും അരുചി ഉണ്ടായോ? അല്ല, രുചി വ്യത്യാസം ഉണ്ടായോ കഴിച്ചപ്പോ? അയ്യ, ഇവനങ്ങനെയൊന്നും ചെയ്യൂല. അങ്ങനെ ഉറപ്പിക്കാൻ പറ്റും. നിനക്ക് അവനെ എത്ര കൊല്ലമായിട്ട് അറിയാം? എനിക്ക് ബോധം ഉണ്ടായ കാലം മുതൽ എനിക്കറിയാം. എന്റെ ചങ്കല്ല വാസു. അതുകൊണ്ടോ അവൻ കരയുന്നുണ്ടോ എന്റെ കാര്യം ഓർത്ത്? വാസു അതവൻ അഭിനയിക്കുന്നതാണെങ്കിലോ? കുറച്ച് സംഭവം ഉണ്ടായി. അതെന്തൊക്കെ പറഞ്ഞുതരാം. കുട്ടിയുടെ അവരോടൊന്ന് വേഗം ഇറങ്ങാൻ പറയും. എനിക്ക് നമ്മളെ ഷമിത്താത്തിന്റെ പേരക്കുട്ടി സുൽത്തൂൻ അംഗനവാടിയിലാക്കാൻ പോകാണ്ട്. അതൊക്കെ നിങ്ങളുടെ സ്ഥിരം നമ്പറല്ല സുരേഷ്. നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. എന്താ ഇത്, സിനിമ നടന്ന പോലെ ഉണ്ടല്ലോ. നമ്മളെ ആചാര്യ വീടിന്റെ പാലുകാച്ചല്ലേ, അവര് നിന്നെ വിളിച്ചില്ലേ? എടാ, നമ്മളെടാ ടൈലിട്ടു. അതിനെന്തിനത്ര നേരത്തെ പോണ? 10 മണിക്കല്ലേ പാലുകാച്ചല്. അപ്പൊ ചെല്ലണ്ടേ? നിങ്ങൾ ആരോ വിളിക്കണ്ടേ? വേഗം വിളിക്കാം. സിന്ധു, അതെ, ഒന്നിങ്ങോട്ട് വന്നേ. അതാ കൂട്ടിക്കൊണ്ടേ. വാ. എടക്കൂട്ട പാല് കാച്ചൽ അവർ കുടുംബക്കാരല്ലേ. നമ്മൾ ഈ ബിരിയാണി കഴിക്കാൻ നേരത്ത് കയറി ചെന്നാ പോരെ. അവിടെ ഈ മദ്യസൽക്കാരൊന്നും ഇല്ല. അവരിച്ചിരി പൈസ തന്നിട്ടുണ്ട്. പിന്നെ 2 എണ്ണം അടിച്ചാലല്ലേ ബിരിയാണി കഴിക്കാനൊക്കെ ഒരു സുഖം ഉണ്ടാവുള്ളൂ. നീ സിന്ധുവിനെ മോളൊക്കെ ഒന്ന് വേഗം പറഞ്ഞു. സാധന സേവിയർ കൊണ്ടുവരും. സാധന സേവിയർ സാധനം കൊണ്ടുവരും. അത്രയേ ഉള്ളൂ. ഇവരങ്ങോട്ട് പോയാ അവരിങ്ങോട്ട് ഇവരെപ്പ പോയി? അടിപൊളിയാണല്ലോ. ഇതുപോലത്തെ ഒരു നല്ല ഡ്രസ് കൊച്ചിട്ട് ആദ്യമായിട്ട് എന്നാലേ ഇതുപോലത്തെ ഒന്ന് അച്ഛൻ എനിക്ക് മേടിച്ചു തരണം. അപ്പൊ ഇതാരേത്? ഇത് വല്ലോന്റെ കയ്യിൽ നിന്ന് കടം മേടിച്ചത്. അതപ്പോ ഒരു മെന ഇല്ലാത്തത്. നിങ്ങക്ക് തോന്നിയില്ലേ? തോന്നും. അതെ കുട്ടേട്ടാ, എന്തായാലും മോക്ക ഡ്രസ് നന്നായിട്ട് ചേരുന്നു കേട്ടോ. നീ ഒത്തിരി ഇവിടെ ഇട്ട് വിട്ടണ്ട, നിന്റെ വണ്ടി ഇട്ട് വിട്ടിയാ മതി. പോയിക്കണോ? നീ എന്നാ ഉരുട്ടണ? എടീ നിക്ക കൂട്ടല്ലേ? എന്താ? അതെ, എനിക്ക് എന്റെ വയറിനൊരു കുറുകുറുപ്പ്. സ്ഥലം ഉണ്ടാവും. എടാ, വീട് മാറിയ കിടന്ന് ഉറങ്ങൂടാ. ഞാൻ കക്കൂസ് മാറിയ എങ്ങനെയാണ്? മതി പോയിട്ട് പോണോ? എടാ, ഞാനൊന്ന് പോയിട്ട് വന്നിട്ട് പോയാ പോരാ? ഇപ്പൊ രണ്ടാക്കും പോണം. അവന് വണ്ടി ഓടിച്ചു പോണം, എനിക്ക് ബാത്റൂമിൽ പോണം. നല്ല ഡ്രസ്. പോകോ. എന്താ കുട്ടേട്ടാ? അതെ, എത്രയും പെട്ടെന്ന് കാര്യങ്ങൾ കഴിക്കോളൂ. അവരിപ്പോ ഇങ്ങോട്ട് വരും. ജോസഫേ, ജോസഫിനെ എന്തിനാ വിളിക്കുന്നേ? നമ്മുടെ കയ്യിലുള്ള സാധനം കഴിഞ്ഞ് അവിടെ മിലിറ്ററി ഉണ്ട് പകുതി. അത് കൊണ്ടുവരാൻ വേണ്ടി വിളിച്ചതാ. ഓക്കെ ജോസഫേ, താങ്ക് യു. കുട്ടിക്കാലം തൊട്ടേ നമ്മള് കൂട്ടുകാരല്ലേ, കൂട്ടും കൂടി പാട്ടും പാടി നടന്നോരല്ലേ. കുട്ടിക്കാലം തൊട്ടേ നമ്മള് കൂട്ടുകാരല്ലേ, കൂട്ടും കൂടി പാട്ടും പാടി നടന്നോരല്ലേ. എന്നെ കണ്ണോണ്ട് കുടിപ്പിച്ചിട്ട് ഇടിച്ച കൂമേ പറ്റി ഞാൻ ഒറ്റ വല്ലാത്തൊരു വണ്ടിയും എന്താ ഉള്ളേ? ഗിഫ്റ്റ് എടുക്കാൻ മറന്നു. കിറ്റ് പറഞ്ഞു വെച്ചാ പരിപാടി സ്ഥലത്ത് പോണേ. അച്ഛ എടുത്തു തരാം. സുൽത്തൂൻ അംഗനവാടിയിലാക്കാൻ പോകണ്ടേ? എന്താ പ്രശ്നം? അതെ, ഇവിടെ അടുത്തൊരു താമസമുണ്ട്, ഒരു വീട് കയറി താമസം. അവിടെ കിറ്റ് കൊടുക്കണം. കിറ്റല്ലേ എന്റെടാ? ഗിഫ്റ്റ് അത് കൊടുക്കണം. ആ സാധനം അത് മറന്നുപോയി. എവിടെ വെച്ചിട്ടുണ്ട്? അകത്തായിരിക്കും.
ഞാൻ ഇവിടെ എല്ലായിടത്തും മിണ്ടല്ലോ ഒന്ന് ഇവിടെയൊക്കെ നോക്കിട്ടില്ല. അച്ഛാ വേഗം. എന്താ ഗിഫ്റ്റ്? ഗിഫ്റ്റ് എന്ന് പറഞ്ഞ സമ്മാനം അതല്ല. അതന്നെ ഗിഫ്റ്റ് എന്ന് പറഞ്ഞ സമ്മാനം അതുപോലും അറിയില്ല. കുടിക്കും ജോസഫായിട്ട് പറഞ്ഞതിനാണ് എന്റെ പേര് സമ്മാനം അല്ലേ? ആഹാ. അച്ഛാ എന്താ മോളെ അച്ഛന് തൂറൻ അച്ഛൻ എടുത്തു തരാം. ഒരു സ്ഥലത്തേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ തിരിച്ചു കയറുന്നതാണ്. അവിടെ നിന്നേ. കുട്ടേട്ടന് എന്ന് മുതലായി വിശ്വാസമൊക്കെ തുടങ്ങിയത്? ഞാൻ ഇന്നലെ മിനിഞ്ഞാന്നൊക്കെ ആ ചേച്ചി കുട്ടിയുടെ പറഞ്ഞ കറക്റ്റാണ് ചേച്ചി. എന്റെ അമ്മയ്ക്ക് അങ്ങനെ ഒരു വിശ്വാസം ഉണ്ട്. എന്റെ മുത്താണ്. താങ്ക് യു. ഞാൻ എടുത്തുതരാം. അവിടെ ഇരിക്ക്. എന്ത് നല്ല ചെക്കനാണ്. അങ്ങനെ ഉണ്ട്. വേറെ കിറ്റ് മേടിച്ചോ? മറ്റേ കിറ്റ് പൊട്ടുപോയി. കൈ മുറിച്ചതേ. ഇസ്തിരിപ്പെട്ടി പൊട്ടിപ്പോവേ. ഇത്തിരി പെട്ടി പൊട്ടും. അത് പൊക്കത്തിൽ വേറെ എന്തടിച്ചു എനിക്കറിയാൻ മേലെ. തേപ്പ് പൊട്ടി നിലത്ത് വീണാ പൊട്ടുവോ? പൊട്ടിയോ? ആ പൊട്ടിയാ ഉണ്ടല്ലോ പൊട്ടി തെറിക്കും. ഇതെന്താ ബോംബോ? അമ്മേ ആ അയ്യോ. കിട്ടി. ഈ ഇടയായിട്ട് കുട്ടേട്ടന് ഇച്ചിരി വിശ്വാസം കൂടുതലാ അല്ലേ? ഇത്തിരി പെട്ടി പൊട്ടിയില്ലായിരുന്നു. വാസേട്ടനെവിടെ? വാസു ഞാൻ ഇറങ്ങിയപ്പോ വാസു കയറി. വാസുവിന് ഈ എത്രണ്ണം വീശി? നിങ്ങള് പോകോ. നിങ്ങൾ പെട്ടെന്ന് പോ, അല്ലെങ്കിൽ അവിടെ എല്ലാ പരിപാടി വാതിൽ പൂട്ടിയിട്ട് വാ, നമുക്ക് ഒരുമിച്ച് പോവാം. ശരി ഞങ്ങൾ വന്നോളാം. ഞാനും വാസും അല്ല, വണ്ടിയിൽ ഒരാൾക്ക് കൂടെ സ്ഥലം ഉണ്ടാവും കേട്ടോ. നിന്റെ അമ്മക്ക് സുഖല്ലടാ. അതെന്തൊരു ശബ്ദം? അത് നമ്മളെ പൂച്ച മണി ആള് വെച്ചാ. ഇതേതോ മനുഷ്യൻ വാളിക്കാണല്ലോ. നീയൊക്കെ ഉണ്ടോ മറ്റോണ്ട് തീരുമാനിക്കണേ. എന്ത് കൊല്ലല്ലോ കുട്ടേട്ടാ, എന്താ ഇത്? ഇയാളോട് ക്ലീൻ ചെയ്യാൻ പറയും. എക്സ്ക്യൂസ് മീ മാഡം, നോട്ട് ഓൺലി ഞാൻ കൊണ്ടുവന്ന സാധനം ബട്ട് ഓൾസോ താഴ്ത്തു പോയി. അപ്പൊ ഞാൻ തന്നെ ക്ലീൻ ചെയ്തു. യെസ്, ഞാൻ തന്നെ കേൾക്കണം. തുടയ്ക്കാം. ജോസഫേട്ടാ അത് തുടച്ചാലും വേണം. കുട്ടാ മാറി നിൽക്കണേ ഇങ്ങോട്ട്. എന്ത് വേണം നിൽക്കോ? കുട്ടാ, എന്താടാ സത്യത്തില് വാള് വെച്ചതേ ഞാനാ. മാടപ്രാവിന്റെ മനസ്സാട്ടോ വാസുചേട്ടന്. ഞാൻ കൂടി ഞാൻ അതെ അത്രയ്ക്ക് ചിരിച്ചു മറിയാനൊന്നുമില്ല. ഒന്നുമില്ലല്ലോ, ഇത് മരണ വീടല്ലേ. ഇവിടെ ആരാ മരിച്ചെന്നറിയോ? കുട്ടൻ. കുട്ടനാണ് കുട്ടാ ഇവിടെ മരിച്ചത്. ജീവിതാനുഭവങ്ങൾ മാറി നിന്ന് കാണുമ്പോ നല്ല കോമഡിയാ കുട്ടാ. കോമഡി? എത്ര ദിവസം കഴിഞ്ഞിട്ടാ സിന്ധുവിനോട് മിണ്ടിയെന്നറിയോ? പാവോ സാറേ ഉള്ള. ഇടയ്ക്ക് വടക്കിന് വരുമെങ്കിലും എന്നെ നമുക്ക് ജീവനാ സാറേ. എന്നാലും എന്തിനാ സാറേ എന്നെ ഇത്ര വേഗത്തിൽ അങ്ങ് കൊണ്ടുപോകുന്നത്? എല്ലായിടത്തും ഉണ്ടല്ലോ കുട്ടാ നിന്നെ സ്നേഹിക്കുന്നവര്. ഇതെന്താണ് കഥ? ആ പെൺകുട്ടിയുടെ മുഖത്ത് ഇത്രയും വേദന കാണണമെങ്കിൽ അതൊരു കാര്യമില്ലാത്ത കഥയാ സാറേ. ഞാൻ മരിച്ച എങ്ങനെയാന്ന് കണ്ടുപിടിക്കാൻ ആ കഥ കൊണ്ടൊന്നും ഒരു കാര്യമില്ല. എന്തായാലും അളിയൻ വരണം. അതുവരെ ഒരു നേരം പോക്ക്. താൻ പറ കേൾക്കട്ടെ. സാറിനൊക്കെ ഒരു നേരം പോക്കല്ല സാറേ. അയ്യോ കുട്ടാ, ഞാനത് ഉദ്ദേശിച്ചല്ല. ഒരബദ്ധമൊക്കെ ഏത്? താൻ പറയടോ കേൾക്കട്ടെ. അച്ഛാ എന്താ അച്ഛാ, എന്താ? ഇന്ന് ഡേറ്റ് 10 ആയിട്ടോ. ആയി, നാളെ 11. ഫീസ് അടക്കാറായി. ഇനിയിപ്പോ അടച്ചില്ലെങ്കിൽ അവര് അവരെ കൊണ്ടടപ്പിക്കരുത്. അച്ഛനാ അച്ഛനാ, അതല്ലേ എന്റെ ശരി. അവരടിക്കൊന്നുമില്ല, എന്നെ ക്ലാസ്സിന്ന് പുറത്താക്കൂ. ആര്? അങ്ങനെ നേരം ഒന്ന് പുറത്താക്കട്ടെ. കുട്ടന്റെ മോള്. ആ ബെസ്റ്റ്. അതുകൂടെ അറിഞ്ഞ പിന്നെ അവര് ക്ലാസ്സിലേ കേറ്റില്ല. ഒന്ന് പോവാ. കുട്ടേട്ടാ, ശരത്ത് എന്നോടൊരു കാര്യം പറഞ്ഞു. എന്നാ പറഞ്ഞേ? അവന്റെ ഹോസ്പിറ്റലിൽ രമ്യനെ ജോലിക്ക് നിർത്താന്ന്. അതാവുമ്പോ പഠിത്തവും മുടങ്ങില്ല. അതിന്റെ ഇന്റർവ്യൂവിന് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട്. അത് നല്ല കാര്യമല്ലേ? അത് മതി ഇല്ലേ?